നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. തലസ്ഥാനം VSന് വിട നൽകുന്നു. ദർബാർ ഹാളിൽ പൊതുദർശനം. അന്തിമോപചാരം അർപ്പിച്ച് ആയിരങ്ങൾ. ഉച്ചകഴിഞ്ഞ് ആലപ്പുഴയിലേക്ക് വിലാപയാത്ര. സംസ്കാരം നാളെ വലിയ ചുടുകാട്ടിൽ. VS രാഷ്ട്രീയ ഭേദമില്ലാതെ ബഹുമാനിക്കപ്പെടുന്ന നേതാവെന്ന് ഗവർണർ. നഷ്ടമായത് ജനകീയ നേതാവിനെയെന്ന് രാജീവ് ചന്ദ്രശേഖർ. വ്യത്യസ്തനായ മുഖ്യമന്ത്രിയായിരുന്നുവെന്ന് C സദാനന്ദൻ മാസ്റ്റർ MP. പുഷ്പചക്രമർപ്പിച്ച് ജനം TV. പാർലമെന്റ് സമ്മേളനത്തിനിടെ ഇന്നും പ്രതിപക്ഷ ബഹളം. 2 തവണ നിർത്തിവെച്ച് ലോക്സഭയും രാജ്യസഭയും. ഓപ്പറേഷൻ സിന്ദൂറിൽ ചർച്ചയാകാമെന്നറിയിച്ചിട്ടും പ്രതിഷേധം. ജഗ്ദീപ് ധൻഖറിന്റെ രാജി സ്വീകരിച്ച രാഷ്ട്രപതി. രാജി വ്യക്തിപരമെന്ന് പ്രധാനമന്ത്രി. അടുത്ത ഉപരാഷ്ട്രപതി ആരെന്ന ചർച്ചകൾ സജീവം. NDA ഇന്ത്യ സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിച്ചേക്കും. തിരികെ പറന്ന് ബ്രിട്ടീഷ് യുദ്ധവിമാനം. F-35Bയുടെ മടക്കം രാവിലെ 10:30. സാങ്കേതിക തകരാറിൽ കുടുങ്ങിക്കിടന്നത് 1 മാസവും 8 ദിവസവും. കൈക്കൂലി കേസിൽ ED അസിസ്റ്റന്റ് ഡയറക്ടറെ വിശദമായി ചോദ്യം ചെയ്യാൻ വിജിലൻസ്. ശേഷം ശേഖർ കുമാറിനെതിരെ തുടർ നടപടികളിലേക്ക്. തെളിവുകൾ ശേഖരിച്ചെന്ന് വിജിലൻസ് SP. ഉത്തർപ്രദേശിൽ ജിഹാദിസ്റ്റ് മതപരിവർത്തന സംഘം പിടിയിൽ. ഓപ്പറേഷൻ അസ്മിതയിൽ കുടുങ്ങിയത് IS മാതൃകയിൽ പ്രവർത്തിച്ചവർ. ഉന്നം വെച്ചത് പ്രായപൂർത്തിയാകാത്ത ഹിന്ദു പെൺകുട്ടികളെ. നിർബന്ധിത മതം മാറ്റൽ നടത്തിയെന്ന് അന്വേഷണ സംഘം. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് ആദരാഞ്ജലി അർപ്പിച്ച രാഷ്ട്രീയ കേരളം. ഗാർഡ് ഓഫ് ഓണർ അടക്കമുള്ള ബഹുമതികൾ അർപ്പിച്ചു. ഉച്ചയ്ക്ക് 2 മണിവരെ സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ പൊതുദർശനം തുടരും. ശേഷം വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക് VSന്റെ ഭൗതികദേഹം കൊണ്ടുപോകും. രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. സംസ്കാരം നാളെ ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിലാണ് നടക്കുക. സംസ്കാര ചടങ്ങിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി പങ്കെടുക്കും. വിവരങ്ങളുമായി V വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, അങ്ങനെ ദർബാർ ഹാൾ തലസ്ഥാനം VSന് അന്ത്യാഭിവാദ്യം നൽകിക്കൊണ്ടിരിക്കുകയാണ്. പ്രമുഖരും അല്ലാത്തവരുമായ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽപ്പെട്ട ആളുകൾ VSന് അവസാനമായി ഒരു നോക്ക് കാണാൻ ദർബാർ ഹാളിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഇന്നലെ 3:20 മുതൽ അണമുറിയാത്ത ജനപ്രവാഹമാണ് തലസ്ഥാനത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് ഒഴുകിയെത്തിയത്. ഇപ്പോഴും ആ ഒഴുക്കിനൊരു കുറവില്ല. 2 മണിവരെ പൊതുദർശനമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ 2 മണിക്കും ഈ പൊതുദർശനം അവസാനിപ്പിക്കാൻ കഴിയുന്ന അവസ്ഥയാണോ ഇപ്പോൾ അവിടെ നിന്നും ലഭിക്കുന്നത്?
നിലവിൽ ഇപ്പോൾ ഈ പൊതുദർശനത്തിൽ അധികം ആരും എത്തുന്നില്ല. ഞാൻ നിൽക്കുന്നത് ഈ രണ്ട് ഭാഗത്തായിട്ടാണ്. നമ്മുടെ ദർബാർ ഹാളിന്റെ രണ്ട് ഭാഗത്തായിട്ടാണ് പൊതുദർശനത്തിനായി എത്തുന്ന ആളുകളെ, അല്ലെങ്കിൽ അവിടെ VS-ന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തുന്ന ആളുകളെ കടത്തിവിടുന്നത്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, വലിയ രീതിയിലുള്ള ഒരു ക്യൂ അനുഭവപ്പെടുന്നില്ല. എല്ലാവരും ഇവിടുന്ന് വളരെ സുഗമമായി തന്നെ VS-ന് അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് ഇവർക്ക് അകത്തേക്ക് കടക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. നേരത്തെ ചെറിയ തോതിലുള്ള ഒരു ജനപ്രവാഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അത്തരത്തിൽ സമാനമായ ഒരു സാഹചര്യമില്ല. 2 മണിയോടുകൂടി പൊതുദർശനം അവസാനിപ്പിച്ചുകൊണ്ട് VS-ന്റെ വിലാപയാത്ര ഇവിടെ നിന്ന് ആരംഭിക്കും. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 15 ഇടങ്ങളിലാണ് VS-ന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ, ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. എന്തായിരുന്നാലും ആ പ്രദേശങ്ങളിലുള്ള ജനങ്ങൾ, അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള പാർട്ടി പ്രവർത്തകർ അടക്കമുള്ളവർ അവിടെ തന്നെയായിരിക്കും ഉണ്ടാവുക. അവർ അവിടെ വെച്ചായിരിക്കും VS-ന് ആദരാഞ്ജലികൾ അർപ്പിക്കുക. എന്തായിരുന്നാലും വലിയ ഒരു ജനപ്രവാഹം രാവിലെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് അത് ക്രമാതീതമായി കുറയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. എന്തായാലും നിലവിൽ നമുക്കറിയാം, ഈ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്, ഈ ദർബാർ ഹാളിൻ്റെ 2 ഭാഗത്തായിട്ട്, ഒന്ന് ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്തും മറുഭാഗത്തുമായിട്ടാണ് 2 ലൈനുകളായാണ് ദർബാർ ഹാളിലേക്ക് പ്രവേശിക്കാനായും VS-ന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തുന്നത്. പക്ഷേ ഈ പ്രദേശത്ത് ഇപ്പോൾ വലിയ ഒരു തിരക്ക് അനുഭവപ്പെടുന്നില്ല. നേരത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഈ ദർബാർ ഹാളിൽ നിന്ന് നമുക്ക് സെക്രട്ടേറിയറ്റിൻ്റെ അങ്ങറ്റം, കണ്ടോൺമെന്റ് ഗേറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ സമര ഗേറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ ക്യൂ രൂപപ്പെട്ടിരുന്നു. പക്ഷേ സമാനമായ ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നില്ല. സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്ന് ഉള്ളവരാണ് VS-ന് അന്തിമോപചാരം അർപ്പിക്കാനായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. സമൂഹത്തിലെ പ്രമുഖ നേതാക്കൾ, വിവിധ സാംസ്കാരിക നേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രമുഖർ, സന്യാസിവര്യന്മാർ, ആത്മീയ ആചാര്യന്മാർ ഉൾപ്പെടെയുള്ളവർ VS-ന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തി. ഇതര രാഷ്ട്രീയ കക്ഷി നേതാക്കളും VS-നെ ഓർത്തെടുക്കുന്നു. ഏറ്റവും നല്ല ഒരു പ്രതിപക്ഷ നേതാവ് എന്ന ഒരു ചുമതല വഹിക്കാൻ VS-ന് സാധിച്ചു എന്നാണ് കോൺഗ്രസിന്റെ തന്നെ പല നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. രമേശ് ചെന്നിത്തല അടക്കമുള്ള ഇവരുടെ വാക്കുകൾ കടമെടുത്താൽ അത്തരത്തിൽ തന്നെയാണ് അവരും വ്യക്തമാക്കുന്നത്. എന്തായാലും ഒരു കേരള രാഷ്ട്രീയത്തിൽ ഒരു തീരാ നഷ്ടം, അല്ലെങ്കിൽ കേരള രാഷ്ട്രീയ ചരിത്രം പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും VS-ന്റെ ചരിത്രവും കൂടി പഠിച്ചേ മതിയാവും. കാരണം VS ഇടപെട്ട പ്രശ്നങ്ങൾ, സാമൂഹിക വിഷയങ്ങൾ, ജനകീയ വിഷയങ്ങൾ, ഇതൊക്കെ തന്നെയാകും വരും കേരള രാഷ്ട്രീയ ചരിത്രം, അല്ലെങ്കിൽ CPM-ന്റെ രാഷ്ട്രീയ ചരിത്രം പഠിക്കുമ്പോൾ ഓരോ രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും പഠിക്കേണ്ടി വരിക. അതേസമയം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, CPM-നുള്ളിലെ ഉൾപാർട്ടി പ്രശ്നങ്ങളിൽ വളരെ കൃത്യമായി നിലപാട് സ്വീകരിക്കാൻ VS-ന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. VS-ന്റെ നിലപാടുകളിൽ നമ്മൾ പിന്നോട്ട് ഒന്ന് ഓട്ടിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ തന്നെയാണ്. പല ഘട്ടങ്ങളിലും പാർട്ടി നേതാക്കൾക്കിടയിൽ നേതാക്കൾ VS-നെ കടന്നാക്രമിക്കുന്ന ഘട്ടങ്ങൾ പോലും ഉണ്ടാകുമ്പോൾ അതിനെയെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് തൻ്റെ പാർട്ടി നിലപാട്, അല്ലെങ്കിൽ തൻ്റെ പാർട്ടി ഇതല്ല എന്ന് പരസ്യമായി മാധ്യമങ്ങളിലൂടെ പറയുന്ന VS-നെ നമുക്ക് പല ഘട്ടങ്ങളിലും കാണാൻ സാധിച്ചു. എന്തായിരുന്നാലും VS-ന് അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി പേർ എത്തുമ്പോൾ നിറകണ്ണീരോടെ എത്തുന്ന നിരവധി പേരെ നമുക്ക് കഴിഞ്ഞ മണിക്കൂറുകളിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇനി അല്പസമയത്താകും, ഏകദേശം 1 മണിക്കൂർ മാത്രമായിരിക്കും VS-ന്റെ ഭൗതിക ശരീരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടേക്ക് എത്തിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ നമ്മുടെ ദർബാർ ഹാളിനുള്ളിലെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ തിരക്ക് അനുഭവപ്പെടാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എന്തായിരുന്നാലും മുഖ്യമന്ത്രി അടക്കമുള്ള CPM-ന്റെ ഉന്നത നേതാക്കൾ അടക്കമുള്ളവർ ഇപ്പോഴും ദർബാർ ഹാളിനുള്ളിലുണ്ട്. VS-ന് അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി പേർ അങ്ങനെ ഒഴുകിയെത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. രാവിലെ ഉണ്ടായതിൻ്റെ അത്ര തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമുക്ക് VS-ന്റെ ഭൗതിക ദേഹം വഹിച്ചുകൊണ്ടുള്ള റൂട്ട് മാപ്പ് ഇത്തരത്തിലാണ്. 2 മണിക്ക് ഇവിടെ നമ്മുടെ സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള പൊതുദർശനം അവസാനിപ്പിച്ച് VS-ന്റെ വിലാപയാത്ര ആരംഭിക്കുന്ന സ്ഥലം ഇത്തരത്തിലാണ്. ആദ്യം പാളയത്ത് പൊതുദർശനം ചെറിയ തോതിൽ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം PMG പൊതുദർശനം ഒരുക്കിയിട്ടുണ്ട്. പ്ലാമൂട്, പട്ടം, കേശവദാസപുരം, ഉള്ളൂർ, പോങ്ങുമൂട്, ശ്രീകാര്യം, ചാവടിമുക്ക്, പാങ്ങപ്പാറ, കാര്യവട്ടം, കഴക്കൂട്ടം, വെട്ടുറോഡ്, കണിയാപുരം, പള്ളിപ്പുറം, മംഗലാപുരം, ചെമ്പകമംഗലം, കോരാണി, മൂന്നുമുക്ക്. ഇത് ആറ്റിങ്ങലിലെ മൂന്നുമുക്കാണ്. ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡ്, കേച്ചേരി നട, ആലങ്കോട്,
കടുവയിൽ, കല്ലമ്പലം, നാവായിക്കുളം, കടമ്പാട്ടുകോണം ഇത്ര പ്രദേശങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിലെ VSന്റെ വിലാപയാത്രയ്ക്കുള്ള പൊതുദർശന സൗകര്യങ്ങൾ. അവിടെ ആ വാഹനം VSന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനം, ആ വാഹനം ഈ പറയുന്ന പ്രദേശങ്ങളിൽ ചെറിയ തോതിൽ നിർത്തും. അവിടെ VSന് അന്തിമോപചാരം അർപ്പിക്കാൻ, അവിടെയുള്ള പ്രവർത്തകർക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കും. ഈ വാഹനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ബസ്സിൽ VSന്റെ വിലാപയാത്രയായി പോകുന്ന ഭൗതിക ശരീരം വഹിച്ചു കൊണ്ടുപോകുന്ന ബസ്സിൽ CPMന്റെ ഉന്നത നേതാക്കൾ, CPMന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു മന്ത്രിമാരും ചില MLAമാരും VSന്റെ ഈ ഒരു വിലാപയാത്രയിൽ അകമ്പടിയായി അവരുടെ വിലാപയാത്രയ്ക്കൊപ്പം ചേരുമെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഒരു ജനകീയ നേതാവിനെ കേരളത്തിന് നഷ്ടമാകുന്നു എന്നാണ് എല്ലാവരും വിലയിരുത്തുന്നത്. അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനും ജനകീയ നേതാവ് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും VS പ്രതിപക്ഷമായിരുന്നു. അതുപോലെ സാധാരണ ഒരു കമ്മ്യൂണിസ്റ്റ് ശൈലിയിൽ നിന്നും വ്യത്യസ്തനായിരുന്നു അദ്ദേഹം എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചൂണ്ടിക്കാട്ടുന്നത്. ഒട്ടേറെ VD സതീശനെതിരെയൊക്കെ വലിയ ഗുരുതരമായ ആരോപണങ്ങളൊക്കെ VS ഉന്നയിച്ച ഒരു കാലമുണ്ട്, കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉന്നയിച്ച ഒരു കാലമുണ്ട്. പക്ഷേ അപ്പോഴും രാഷ്ട്രീയ വൈരികൾക്കെതിരെ അത്തരത്തിൽ പൊതുനിലപാട് എടുക്കുമ്പോൾ പോലും അവരുമായൊക്കെ വളരെ വ്യക്തിപരമായ ബന്ധം കാത്തുസൂക്ഷിച്ചിരുന്നു VS. വലിയ അടയാളപ്പെടുത്തലാണ് ഓരോ നേതാക്കളും. അവിടെ എത്തുന്ന ഓരോരുത്തർക്കും VSനെ കുറിച്ച് ഒരു ജീവിതാനുഭവമെങ്കിലും പങ്കുവയ്ക്കാനുണ്ടാകും. ഒരുപക്ഷെ VSനെ കുറിച്ച് നേരിട്ടറിയാവുന്നവർ, VSനെ കുറിച്ച് കേട്ടറിവ് മാത്രമുള്ള ആളുകൾ, അങ്ങനെ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുമുള്ള ആളുകൾ അവിടെ എത്തിച്ചിരിക്കുകയാണ്. ബിനീഷ്, മാനനീയവർക്കും 100 കാര്യങ്ങളുണ്ട്. കാരണം VSന്റെ ഇടപെടലുകൾ, VSന്റെ നിലപാടുകൾ, ഇത്തരത്തിൽ VSനെ ഓർത്തെടുക്കുന്നത് പല തരത്തിലാണ്. പല വ്യക്തികൾ, പല നേതാക്കളും. നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ VD സതീശൻ അടക്കമുള്ള നേതാക്കളെ VS വിമർശിച്ചതുപോലെ, അല്ലെങ്കിൽ VSന്റെ വിമർശന വാക്കുകളിൽ വലിയ രീതിയിൽ ഒരു മുറിവേറ്റ മറ്റൊരു നേതാവ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് VSന്റെ വാക്കുകൾ അത്തരത്തിൽ മൂർച്ചയുള്ളതായിരുന്നു. പറയുന്ന വാക്കുകൾ അത്തരത്തിൽ ശക്തമായിരുന്നു, നിലപാടുകളും ശക്തമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് VSനെ എന്നും സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ നെഞ്ചിലേക്ക് ഏറ്റുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അത്തരത്തിൽ തന്നെയാണ്. നമ്മൾ പല തവണ സൂചിപ്പിച്ചതാണ്, VS പലപ്പോഴും തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ പാർട്ടി നേതൃത്വം തൻ്റെ നിലപാടിന് വിപരീതമായ നിലപാട് സ്വീകരിക്കുമ്പോൾ വ്യക്തമാക്കുന്നത് VSന്റെ നിലപാട് ഇത്തരത്തിലാണ്. VS പറയുന്നത് പൊതുസമൂഹത്തിൽ വ്യക്തമാക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ്. അദ്ദേഹം ഇത് തൻ്റെ പാർട്ടിയല്ല, തൻ്റെ പാർട്ടി ഇങ്ങനെയല്ല, താൻ പറയുന്നതാണ് പാർട്ടി നിലപാട്, അല്ലെങ്കിൽ താൻ പറയുന്നതാണ് തൻ്റെ ജീവിതമാണ് കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ VS പല ഘട്ടങ്ങളിലും കൃത്യമായി പരോക്ഷമായും പ്രത്യക്ഷമായും CPMന്റെ തന്നെ ചുമതലയിരിക്കുന്ന നേതാക്കളെ വിമർശിക്കുന്ന ഘട്ടങ്ങൾ തിരികെ എത്താം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇതേ വാർത്തയിലേക്ക് തന്നെ തിരികെ എത്താം. VSന് അന്ത്യാഞ്ജലി നേരുകയാണ് തലസ്ഥാനം. ഇപ്പോൾ അഖിൽ പാലോട്ട് മഠം കൂടി ചേരുന്നുണ്ട്. അഖിൽ, VSന്റെ എണ്ണമറ്റ പോരാട്ടങ്ങൾ, അത് സ്ത്രീ സുരക്ഷയിലും അതുപോലെ പരിസ്ഥിതിയിലും ഈ ഭൂമി കയ്യേറ്റത്തിലുമെല്ലാം VS ഒരു കാവലാൾ പോലെ നിലകൊണ്ട കുറേ വർഷങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഒരു പഴയ ഓർമ്മയിലേക്ക് തിരികെ പോകുകയാണെങ്കിൽ, സംസ്ഥാനത്തെ ഏറെ കോളിളക്കം സൃഷ്ടിച്ച സൂര്യനെല്ലി പെൺവാണിഭ കേസ്, ആ കേസിൽ ഇരയാക്കപ്പെട്ട പെൺകുട്ടി അവസാന അഭയത്തിനായി ഓടിയെത്തുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ കുട്ടിയും അമ്മയും അച്ഛനും കൂടി. അന്ന് VS പ്രതിപക്ഷ നേതാവാണ്. കന്റോൺമെൻറ്റ് ഹൗസിൽ ആ കുട്ടി അവസാന അഭയമെന്ന നിലയിൽ ഓടിയെത്തുന്നത് VSന്റെ അടുത്തേക്കായിരുന്നു. പിന്നീട് VS ഈ കേസിൽ നടത്തിയ വലിയ നിയമ പോരാട്ടങ്ങൾ, ഈ കുട്ടിയെ അതിജീവനത്തിനായി പ്രേരിപ്പിച്ച VSന്റെ വലിയ ഇടപെടലൊക്കെ അന്ന് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഒരു ബാഗ് അച്ഛനെ ഏൽപ്പിച്ചിട്ട് ഇതിൽ 1 ലക്ഷം രൂപയുണ്ട്, മുത്തച്ഛൻ തരുന്നതായി കരുതിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂര്യനെല്ലി പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ, ജീവിതത്തെ ചേർത്ത് പിടിക്കാൻ, അങ്ങനെ VS ഇതുപോലെയുള്ള ഒരുപാട് കേസുകൾ, കിളിരൂർ കേസായാലും അത്തരത്തിൽ ദുരിതമനുഭവിക്കുന്ന പെൺകുട്ടികളെ ചേർത്ത് പിടിക്കുന്ന ഒരു മനസ്സ്, അതാണ് VS. അതുപോലെ പരിസ്ഥിതി,
കൊക്കക്കോള സമരമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു ജനകീയ നേതാവ് എന്ന് പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. VSനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അന്ത്യയാത്രാമൊഴിയേകുന്നത് തലസ്ഥാനം? നീലിമ, VS അച്യുതാനന്ദൻ എന്ന മഹാകായൻ ഇപ്പോൾ അന്ത്യവിശ്രമമാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയായും നിയമസഭാ സാമാജികനുമായും ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷനുമൊക്കെയായി കേരളത്തിന്റെ ഭരണത്തിന് നേതൃത്വം നൽകിയ ഈ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിലെ യാത്ര, അവിടെ നിന്നും അദ്ദേഹം പതിനായിരങ്ങളുടെ അന്ത്യാഭിവാദ്യം മുഷ്ടിമുറുക്കിയുള്ള അന്ത്യാഭിവാദ്യം സ്വീകരിച്ച് അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങാൻ പോകുന്നത് നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെയാണ്. കേരളത്തിലെ അനേക ലക്ഷം പേർക്ക്, അതിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ സമൂഹത്തിനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ VSനെ ആദരിക്കാൻ അല്ലെങ്കിൽ VSനെ ഓർത്തെടുക്കാൻ സാധിക്കുക. VS എല്ലാ കാലത്തും കേരളത്തിലെ സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിന് ഒപ്പം നിന്ന ഒരു ജനനായകനാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് നീലിമ കാട്ടിയ തിരുനെല്ലി പീഡനക്കേസ്. അതുപോലെ തന്നെയാണ് കിളിയൂർ പീഡനക്കേസ് ഉണ്ടായാലും അതിനു മുമ്പ് കേരളത്തിൽ ഇന്നൊരു നിയമസഭാ സാമാജികനായിരിക്കുന്ന ഒരു പ്രമുഖ നേതാവിനെതിരെ വിമാനത്തിലുണ്ടായ ഒരു ഐസ്ക്രീം പാർലറുമായി ബന്ധപ്പെട്ട ഒരു പീഡനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം തന്നെ VS എടുത്ത ശക്തമായ ഒരു നിലപാടുണ്ട്. VSനോട് പോയി പരാതി പറഞ്ഞാൽ കോടതികളിൽ പോലും നീതി ലഭിച്ചില്ലെങ്കിൽ പോലും നീതി ലഭിക്കുമെന്ന ഒരു സ്ത്രീ സമൂഹത്തിന്റെ പ്രതീക്ഷയുടെ ഏറ്റവും അവസാനത്തെ ശബ്ദം തന്നെയായിരുന്നു VS എന്ന് സംശയം പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ചു പോയ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയും ജനാധിപത്യ അസോസിയേഷന്റെ അഖിലേന്ത്യാ പ്രസിഡന്റും CPMനെ മുതിർന്ന വനിതാ നേതാവുമായ ശ്രീമതി ടീച്ചർ അനുസ്മരിച്ചത്. ആദ്യമായിട്ടാണ് ആരോഗ്യവകുപ്പിൽ ഒരു സ്ത്രീ CPMന്റെ ഭാഗത്ത് നിന്ന് മുഖ്യമന്ത്രിയായി എത്തുന്നത്. അത് VS അച്യുതാനന്ദന്റെ കാലത്ത് ശ്രീമതി ടീച്ചറാണ് അത്തരത്തിൽ ഒരു ആരോഗ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. അതിനുശേഷം വന്ന പിണറായി സർക്കാരിന്റെ കാലത്തും 2 തവണ അങ്ങനെ ഒരു നിയോഗത്തിലേക്ക് പോകാനുണ്ടായ സാഹചര്യം അത് VS അച്യുതാനന്ദൻ എടുത്ത ഒരു ധീരോക്തമായ തീരുമാനമാണ് എന്നതാണ് ഇപ്പോൾ ശ്രീമതി ടീച്ചർ അടക്കമുള്ളവർ അനുസ്മരിച്ചു പോയത്. ഓരോരുത്തരും ഇവിടെ VSനെ അവസാനമായി കാണുന്നതിലേക്ക് വേണ്ടി വരുന്നുണ്ട്. 2 മണി വരെയാണ് VSന് ആദരാഞ്ജലി അർപ്പിക്കാൻ ദർബാർ ഹാളിൽ സൗകര്യമുള്ളത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭൗതികദേഹം വിലാപയാത്രയായി ആലപ്പുഴയിലേക്കാണ് നീങ്ങുക. ഒട്ടനവധി കേന്ദ്രങ്ങളിൽ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഒരു നോക്കു കാണാനുള്ള എല്ലാ അവസരവും ഒരുക്കിയിട്ടുണ്ട്. 1923 മുതൽ 2025 വരെ ഒരു ശതകം ഇവിടെ വിടചൊല്ലി മറയുകയാണ്. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ബഹുമാനിക്കുന്ന നേതാവായിരുന്നു VS എന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. വരുന്ന തലമുറയ്ക്ക് VS പ്രചോദനമാണെന്നും ആർലേക്കർ കൂട്ടിച്ചേർത്തു. അതേസമയം കേരളത്തിന് നഷ്ടമായത് ഒരു ജനകീയ നേതാവിനെയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. VS അച്യുതാനന്ദനെ പ്രമുഖർ അനുസ്മരിക്കുകയാണ്. He was loved and revered and respected by everybody. That was his greatness. Such persons are very rare nowadays. We want and we will be remembering him very fondly every time. I pay my tributes to him. ഞാൻ ഇന്നലെയും പറഞ്ഞു ഇന്നും പറഞ്ഞു, ഒരു വളരെ സങ്കടം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അദ്ദേഹം ഒരു സ്റ്റേറ്റ്സ്മാൻ ആയിരുന്നു, ഒരു ജനകീയ ലീഡറായിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ എന്നും പറയുന്നു, ഞാൻ കാണുന്നത് ഒരു ലാസ്റ്റ് ഓഫ് എ ജനറേഷൻ, ഒരു സ്റ്റേറ്റ്സ്മാൻ പോളിറ്റിക്സിൻ്റെ ലാസ്റ്റ് ഒരു ജനറേഷൻ ഒരു ലീഡറായിരുന്നു. അദ്ദേഹത്തിന് ഞാൻ ആശുപത്രിയിൽ പോയിട്ട് മകനെ കണ്ടായിരുന്നു. കുറച്ചു കാലമായിട്ട് സുഖമില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷേ ഞാൻ എൻ്റെ ഒരു ഓൺട്രപ്രണറിൻ്റെ ആ ഒരു സമയത്ത് അദ്ദേഹത്തിനെ കണ്ട് മുട്ടിയായിരുന്നു. വളരെ ഒരു ഞാൻ അന്ന് കണ്ടപ്പോൾ ഒരു ഇൻസ്പയറിംഗ് ലീഡറായിട്ട് അന്ന് കണ്ടു, ഇന്ന് കാണുന്നു. ഇതെല്ലാം കേരളത്തിനൊരു വലിയൊരു ലോസാണ്, രാഷ്ട്രത്തിന് വലിയൊരു ലോസാണെന്ന് ഞാൻ പറഞ്ഞു. ഇന്നലെ അന്തരിച്ച ബഹുമാന്യനായ ശ്രീ VS അച്യുതാനന്ദൻ, മുൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, നമ്മുടെ സമൂഹത്തിന് സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി സംഭാവനകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. രാഷ്ട്രീയ രംഗത്ത് ഒരു മാതൃകാ വ്യക്തിത്വം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ കേരളം എന്നും സ്മരിക്കും.
പൊതുസമൂഹം എന്നുള്ള നിലയ്ക്ക് സമൂഹത്തിൻ്റെ ഗുണകരമായ ഉയർച്ചയ്ക്ക് ഉതകുന്ന ഒട്ടനേകം സമരപരിപാടികളിലും സേവന കാര്യങ്ങളിലും ഭരണ നിർവഹണ രംഗത്തൂടെ അങ്ങനെയും സമൂഹത്തിന് നന്മ ചെയ്ത ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് എപ്പോഴും സ്മരിക്കാവുന്ന മഹത്തായ ഒരു വ്യക്തിത്വത്തിന് ഉടമ തന്നെയാണ് അദ്ദേഹം. അപ്പോൾ നമ്മളിപ്പോൾ ഓരോരുത്തരും അവരവർ സ്വീകരിക്കുന്ന ആശയത്തിനനുസരിച്ച് പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്നതാണല്ലോ നമ്മുടെ രീതി. ആ നിലയ്ക്ക് അദ്ദേഹം സ്വീകരിച്ച പ്രസ്ഥാനത്തിനും ആശയത്തിനും വേണ്ടി അങ്ങേയറ്റത്തെ പ്രതിബദ്ധതയോടെ പ്രവർത്തിച്ച ആളുകൂടിയാണ് വി.എസ്. അച്യുതാനന്ദൻ എന്നതുകൊണ്ട് ചിരസ്മരണീയനാണ്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തനായ ഒരു പോരാളിയായിരുന്നു വി.എസ്. അതായത് നമ്മൾ എടുത്തു പറയാനും നമ്മൾ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്. എന്ന് വെച്ചാൽ ഇത്രയും സിമ്പിളായിട്ടുള്ള ഹമ്പിളായിട്ടുള്ള ഒരാളെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഞാൻ പല പ്രാവശ്യം അദ്ദേഹമായിട്ട് കാണേണ്ട അവസരങ്ങളുമായിട്ടുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് കുടുംബമായിട്ടും വളരെ അടുപ്പമാണ് എനിക്ക്. നമ്മൾ ആ പാർട്ടിയിലെ ആളല്ലെങ്കിൽ കൂടിയും ഏറ്റവും ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ് വി.എസ്. അച്യുതാനന്ദൻ. അരുൺ എൻ്റെ അടുത്ത ഫ്രണ്ടാണ്, വി.എസ്. അരുൺ. അപ്പോൾ അരുണുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ പലപ്പോഴും പല കാര്യങ്ങൾക്ക് നമ്മുടെ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് സിനിമയുടെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അദ്ദേഹത്തിനെ പോയി കാണുകയും അദ്ദേഹം അത് സാധിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അതായത് ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു ചീഫ് മിനിസ്റ്റർ ആയിട്ടിരുന്ന ഒരാൾ വളരെ സിമ്പിളായിരുന്നു. അതായത് ഒത്തിരി സമരങ്ങൾ മുന്നിൽ നിന്ന് നയിച്ച ആളാണ്. പുന്നപ്പുറ വയലാറ് മുതൽ ഇനി പ്ലാച്ചിമടയും അത് കഴിഞ്ഞിട്ട് ആറന്മുള പോലുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ള ഇഷ്യൂസൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ വളരെ മുൻപന്തിയിൽ നിന്ന് പോരാട്ടം നയിച്ച ആളാണ് വി.എസ്. അച്യുതാനന്ദൻ. അദ്ദേഹത്തിൻ്റെ വിയോഗം എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് വലിയ നഷ്ടമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം അത്ര നല്ലൊരു പേഴ്സണാലിറ്റി ആയിരുന്നു. അദ്ദേഹം വളരെ സിമ്പിളായിട്ടും ജീവിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിന് ഇപ്പം നമ്മൾ കാണുന്ന ഒരു രീതിയുണ്ടല്ലോ, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിൽ വളരെ താഴെ ഇറങ്ങി എല്ലാ ജനങ്ങളെയും കണ്ട് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹരിച്ച് മുമ്പോട്ട് പോയ ഒരു ശക്തനായ ഒരു പോരാളിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം കേരള രാഷ്ട്രീയത്തിന് മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിന് തന്നെ ഒരു തീരാ നഷ്ടമാണ്. കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു. അതേസമയത്ത് അദ്ദേഹത്തിൻ്റെ നിലപാടുകളുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഒരു തരത്തിലുള്ള വെള്ളം ചേർക്കലും ഇല്ലാതെ ആ നിലപാടുകൾ കൃത്യമായിട്ട് അവതരിപ്പിച്ചിരുന്ന, കൃത്യമായിട്ടുള്ള നിലപാടുകൾ കാത്തുസൂക്ഷിച്ചിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ കേരളത്തിൻ്റെ ഒരു ജനകീയ മുഖമാണ് വി.എസിൻ്റെ നിര്യാണത്തോടുകൂടി നഷ്ടമാകുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. വളരെ നല്ല സ്വഭാവമുള്ള ആളാണ്, പഴയ ബന്ധമുള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പോലെയുള്ളൊരു മാതൃകാവായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് അദ്ദേഹം. അങ്ങനെയുള്ള ആൾ നഷ്ടപ്പെടുന്നത് വലിയ നഷ്ടം തന്നെയാണ്. സൗഹൃദങ്ങൾ, പത്രങ്ങളായിട്ടുള്ള സൗഹൃദം ഇവിടെയും വീട്ടിൽ പോയി കണ്ടിരുന്നു. അതിനുമായി ആ സ്നേഹവും ബന്ധവും ആത്മാർത്ഥം എപ്പോഴും വെച്ച് പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹം നിഷ്കളങ്കനായ രാഷ്ട്രീയ നേതാവ്. തന്നെ കർക്കശമായ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പാഠവും അതൊക്കെ ഞാൻ നേരിട്ട് അനുഭവിച്ചാണ്. വല്ലാത്ത ഒരു പ്രയാസവും ദുഃഖവും ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു വി.എസ്. ജീവിതകാലം മുഴുവൻ തന്നെ നിസ്സവർഗത്തിൻ്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച വലിയൊരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ വേർപാട് തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും സമൂഹത്തിനാകെ വലിയ ദുഃഖവും പ്രയാസം ഉണ്ടാക്കുന്നതാണ്. ഇടതുപക്ഷ ജനാധിപത്യ സംസ്ഥാന കൺവീനറായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. പിന്നീട് നമ്മുടെ നിയമസഭയിലേക്ക് അദ്ദേഹം നിരവധി തവണ തെരഞ്ഞെടുക്കപ്പെട്ടു. 2001 അദ്ദേഹം പ്രതിപക്ഷ നേതാവായത്. 2006 മുഖ്യമന്ത്രിയായി, 2011 വീണ്ടും പ്രതിപക്ഷ നേതാവായി. ഈ 3 ഘട്ടത്തിലും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ എനിക്ക് അവസരമുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമുക്കേറെ പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പ് ഞാൻ ശിരസ് നമിക്കുക. യുഗം അവസാനിച്ചിരിക്കുകയാണ്. പോരാട്ടത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഒക്കെ ഒരു യുഗം അവസാനിച്ചു. വി.എസ്. എന്ന പോരാളി ഇനിയില്ല എന്നുള്ള ഒരു സത്യം അംഗീകരിച്ചിരിക്കുകയാണ് നമ്മളെല്ലാവരും. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ഏറെ അടുപ്പമുണ്ടായിരുന്നു.
പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞങ്ങളോടൊപ്പം നിന്ന, ഞങ്ങളെ ചേർത്ത് നിർത്തിയ ഒരു ധീരനായ സഖാവ്, TP ധീരനായ കമ്മ്യൂണിസ്റ്റ് എന്ന് ആവർത്തിച്ച് പറഞ്ഞ VS, കൊന്നവരും കൊല്ലിച്ചവരും കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് പറഞ്ഞ VS, ആ VS തീർച്ചയായിട്ടും കേരളത്തിലെ ജനഹൃദയങ്ങളിൽ ഇനിയും ജീവിക്കും. VSന്റെ ഭൗതികമായിട്ട് നമുക്ക് ഇല്ല എന്നുള്ളത് മാത്രമല്ല, VSന്റെ ആശയങ്ങൾ, VSന്റെ പോരാട്ടങ്ങൾ ഇനിയും ഈ കേരളത്തിലുണ്ടാകും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ 2ാം ദിനവും പ്രതിപക്ഷ ബഹളം. രാജ്യസഭ 2 മണിവരെ നിർത്തിവെച്ചു. ബീഹാർ വോട്ടർ പട്ടിക, പഹൽഗാം വിഷയങ്ങളിൽ ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം സ്പീക്കറുടെ ചേംബറിന് മുൻപിലെത്തി ബഹളം വയ്ക്കുകയായിരുന്നു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, പതിവ് പോലെ തന്നെ ഈ സഭാ നടപടികൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിലുള്ള വലിയ പ്രതിപക്ഷ ബഹളം. ഇന്ന് മൺസൂൺ സെഷൻ തുടങ്ങി 2ാം ദിവസമാണ്. ഈ 2 വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമുണ്ടായത്. വിവരങ്ങൾ. നീലിമ, വർഷകാല സമ്മേളനത്തിന്റെ 2ാം ദിവസവും പ്രതിപക്ഷ ബഹളം കാരണം സഭാ നടപടികൾ തുടർച്ചയായി നിർത്തിവെക്കേണ്ട അവസ്ഥയാണ്. രാവിലെ 11 മണിയോടുകൂടി രാജ്യസഭയും ലോക്സഭയും ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം ബഹളം തുടങ്ങി. പിന്നീട് ആദ്യം 12 മണിവരെയും പിന്നീട് 2 മണിവരെയും ലോക്സഭയും രാജ്യസഭയും ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ അത് കഴിഞ്ഞ് 12 മണിവരെ നിർത്തിവെച്ച് അതിനുശേഷം ചർച്ച തുടരുമ്പോഴും പ്രതിപക്ഷാംഗങ്ങൾ തുടർച്ചയായി ബഹളം വെച്ചുകൊണ്ടിരുന്നു. ലോക്സഭയിൽ കർഷകരുമായി ബന്ധപ്പെട്ട കർഷകരുടെ ക്ഷേമ പദ്ധതികളും അവരുടെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും അവരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പോലും തടസ്സപ്പെടുത്തിക്കൊണ്ടായിരുന്നു കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നിരയിലെ അംഗങ്ങൾ തുടർച്ചയായി ബഹളം വെച്ചുകൊണ്ടിരുന്നത്. ലോക്സഭയിൽ സ്പീക്കറുടെ ചെയറിനടുത്തേക്ക് എത്തിക്കൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയും പോസ്റ്ററുകൾ ഉയർത്തിക്കാട്ടിയും പ്രതിപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെട്ടത് പഹൽഗാം ഭീകരാക്രമണം, ബീഹാർ വോട്ടർ പട്ടിക തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ ചർച്ച വേണം എന്നുള്ളതായിരുന്നു. പ്രതിപക്ഷ ബഹളം ശക്തമായതോടുകൂടി സ്പീക്കർ അവരെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. പിന്നീട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന, പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഏത് വിഷയത്തിലും ചർച്ചയ്ക്ക് തയ്യാറാണ്, ക്രിയാത്മകമായ ചർച്ച നമുക്ക് നടത്താം എന്ന് ഉറപ്പ് നൽകുകയും അല്ലെങ്കിൽ ആ ചർച്ചയിലേക്ക് കടക്കാൻ തയ്യാറാണ് എന്ന് കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ അറിയിച്ചു. തുടർന്ന് സ്പീക്കർ പ്രതിപക്ഷ അംഗങ്ങളോട് അവരുടെ സീറ്റുകളിലേക്ക് പോയിരിക്കാനും ചർച്ച നടത്താം എന്നാവശ്യപ്പെട്ടപ്പോഴും അത് നിരസിച്ചുകൊണ്ട് സീറ്റിലേക്ക് പോയിരിക്കാൻ തയ്യാറാകാതെ ചർച്ച വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധിച്ച പ്രതിപക്ഷം തന്നെ ചർച്ചയ്ക്ക് അവസരം നൽകാതെ ലോക്സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന സമീപനവും നിലപാടുമാണ് സ്വീകരിച്ചത്. അതായത് ഒരു വശത്ത് ചർച്ച വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധിക്കുക, ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിക്കുമ്പോൾ അതിന് തയ്യാറാകാതെ ആ ചർച്ചയ്ക്ക് അവസരം നൽകാതെ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുക. ഈ സമീപനമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി അല്ലെങ്കിൽ കഴിഞ്ഞ സഭാ സമ്മേളനങ്ങൾ പരിശോധിക്കുമ്പോഴും ഇന്നലെയും ഇന്നുമായി വർഷകാല സമ്മേളനത്തിൻ്റെ സഭാ നടപടികൾ പരിശോധിക്കുമ്പോഴും പ്രതിപക്ഷ അംഗങ്ങളുടെ നിലപാട് തുടരുന്നത്. ഇന്നലെയും നിരവധി തവണ സഭാ നടപടികൾ നിർത്തിവെക്കേണ്ടി വന്നു. ഇന്നും ആദ്യം 12 മണിവരെയും ഇപ്പോൾ 2 മണിവരെയും പാർലമെന്റിന്റെ ഇരു സഭകളും രാജ്യസഭയും ലോക്സഭയും നിർത്തിവെക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുക, യാതൊരു തരത്തിലും ക്രിയാത്മകമായ ചർച്ചകൾക്ക്, ഗൗരവമുള്ള ചർച്ചകൾക്ക് അവസരം നൽകാതിരിക്കുക. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടങ്ങുന്ന ദിവസം സഭാ നടപടികൾക്ക് തൊട്ടു മുൻപായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ തന്നെ പ്രതിപക്ഷത്തിനുമൊപ്പം രാജ്യത്തെ ജനങ്ങൾക്കും ഉറപ്പ് നൽകിയത് പാർലമെന്റിനകത്ത് എല്ലാ വിഷയങ്ങളിലും ഗൗരവമുള്ള ക്രിയാത്മകമായ ചർച്ചകൾ നടക്കും. രാഷ്ട്രീയ നിലപാടുകൾ വ്യത്യസ്തമാണെങ്കിലും പാർലമെന്റിന്റെ ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. 2 മണിക്ക് പുനരാരംഭിക്കും. ജഗ്ദീപ് ധൻകറുടെ രാജി അംഗീകരിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 67A പ്രകാരം ധൻകർ രാജിവെച്ചത്. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ രാജിവെച്ചതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അതേസമയം വിവിധ മേഖലകളിൽ അവസരം ലഭിച്ച വ്യക്തിത്വമാണ് ധൻകറിൻ്റേതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചു. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദഗോപൻ, ഉപരാഷ്ട്രപതിയുടെ രാജി സ്വീകരിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ പ്രതികരണം വരുന്നുണ്ട്. വിവരങ്ങൾ. നീലിമ, ആരോഗ്യ സംരക്ഷണത്തിന് മുൻഗണന നൽകിയും അതേപോലെ തന്നെ വൈദ്യോപദേശം അനുസരിക്കുന്നതിനും ആർട്ടിക്കിൾ 67A പ്രകാരം
താൻ രാജിവെക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ നൽകിയ രാജിക്കത്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകരിച്ചു. ആഭ്യന്തര മന്ത്രാലയം ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് മികച്ച ആരോഗ്യം ആശംസിച്ചുകൊണ്ട് അദ്ദേഹം ട്വീറ്റ് ചെയ്യുകയുണ്ടായി. മാത്രമല്ല അദ്ദേഹം വ്യക്തമാക്കിയത് ഉപരാഷ്ട്രപതി എന്നതിൽ മാത്രമല്ല പല പദവികളും ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന് ഭാരതത്തെ സേവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ഇപ്പോൾ നിലവിൽ ആക്ടിംഗ് അധ്യക്ഷനായി പ്രവർത്തിക്കുന്നത് രാജ്യസഭയുടെ ഉപാധ്യക്ഷനാണ് ഇപ്പോൾ ആക്ടിംഗ് അധ്യക്ഷനായി പ്രവർത്തിക്കുന്നത്. 60 ദിവസത്തിനുള്ളിൽ ഈ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ നടത്തണമെന്നുള്ളതാണ് ഭരണഘടന നിഷ്കർഷിക്കുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരിക്കും ഇതിൻ്റെ ചുമതലയുണ്ടാകുക. NDAയും അതേപോലെ തന്നെ ഇന്ത്യ സഖ്യവും വ്യത്യസ്തമായ അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അതിനുശേഷം തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് കടക്കും. രഹസ്യ ബാലറ്റ് വോട്ടിലൂടെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും MP-മാർക്ക് ഉപരാഷ്ട്രപതിയെ കണ്ടെത്താനായി വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. സിംഗിൾ ട്രാൻസ്ഫർ വോട്ട്, അതായത് മുൻഗണനാ ക്രമത്തിൽ ഈ ഉപരാഷ്ട്രപതിയെ അല്ലെങ്കിൽ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ രേഖപ്പെടുത്തണമെന്നുള്ളതാണ് ഈ സിംഗിൾ ട്രാൻസ്ഫർ വോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ രഹസ്യ ബാലറ്റിലൂടെ ആയിരിക്കും വോട്ടിംഗ് സമ്പ്രദായം നടക്കുക. കഴിഞ്ഞ തവണ 364 വോട്ടുകൾക്കാണ് ജഗദീപ് ധൻഖർ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് ജഗദീപ് ധൻഖർ വിജയിച്ച് ഉപരാഷ്ട്രപതിയായത്. ഇത്തവണ ആരാകും ഉപരാഷ്ട്രപതി എന്നുള്ളത് വളരെ അതിശയമായി തന്നെ നിൽക്കുന്നു. പല പേരുകളും പല അഭ്യൂഹങ്ങളും മാധ്യമങ്ങളിലൂടെ നൽകുന്നുണ്ട്. എന്നാൽ നമുക്കറിയാം NDA എക്കാലത്തും വളരെ സർപ്രൈസായിട്ടാണ് ഇത്തരം സ്ഥാനാർത്ഥികളെയും അതേപോലെ തന്നെ ഇത്തരം അധികാര സ്ഥാനങ്ങളിലേക്കുള്ള വ്യക്തികളെയും പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരാകും ഭാരതത്തിൻ്റെ ഉപരാഷ്ട്രപതി എന്നുള്ള കാര്യം ഇനിയും ഉറപ്പായിട്ടില്ല. ഏതായാലും 60 ദിവസത്തിനുള്ളിൽ, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സെപ്റ്റംബർ 19 മുമ്പ് പുതിയ ഉപരാഷ്ട്രപതിയെ കണ്ടെത്തണം എന്നുള്ളതാണ് ഭരണഘടന അനുസരിച്ചുള്ള അല്ലെങ്കിൽ ഭരണഘടനയിൽ നിഷ്കർഷിക്കുന്നത്. നീലിമ. ശരി, നന്ദനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ജഗ്ദീപ് ധൻഖർ സ്ഥാനമൊഴിഞ്ഞതിനോട് പ്രതികരിച്ച് കോൺഗ്രസ് നേതാവ് ശശി തരൂർ. ധൻഖറിന്റെ ആരോഗ്യനില മോശമായത് ദുഃഖകരമാണ്. വേഗത്തിൽ സുഖം പ്രാപിക്കാൻ പ്രാർത്ഥിക്കുന്നതായും തരൂർ പ്രതികരിച്ചു. Concerned about his health, no? It's very sad that he's got this sudden health issue. So our best wishes for his recovery. Congress and opposition is saying that it is not a health issue, sir. Why he has resigned? It's a politically motivated resignation. I have no idea. നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ച വിധിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു നൽകിയ റഫറൻസിന്മേൽ കേന്ദ്ര സർക്കാരിനും എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കും നോട്ടീസ് അയച്ച് സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, വിക്രംനാഥ്, PS നരസിംഹ, അതുൽ S ചന്ദൂർക്കർ എന്നിവരടങ്ങുന്ന ഭരണഘടനാ ബെഞ്ചിന്റേതാണ് നടപടി. അടുത്ത ചൊവ്വാഴ്ച കേസ് വീണ്ടും പരിഗണിക്കും. ഭരണഘടനയുടെ 200, 201 വകുപ്പുകൾ പ്രകാരം നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധിയില്ലെന്ന് റഫറൻസിൽ രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടിയിരുന്നു. കോഴിക്കോട് നഗരത്തിൽ വീണ്ടും തട്ടിക്കൊണ്ടുപോകൽ. കാരന്തൂർ സ്വദേശിയായ ഷാജിത്തിനെയാണ് 5 അംഗ സംഘം തട്ടിക്കൊണ്ടുപോയത്. പ്രതികളെ കസബ പോലീസ് പിടികൂടി. പണമിടപാട് തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ. കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോഴിക്കോട് നഗരത്തിലാണ് വീണ്ടും ഒരു തട്ടിക്കൊണ്ടുപോകൽ ഉണ്ടാകുന്നത്. ചിന്താവളപ്പിലെ ഒരു ഹോട്ടലിൽ വെച്ചാണ് കാരന്തൂർ സ്വദേശിയായ ഷാജിത്തിനെ 5 അംഗ സംഘം തട്ടിക്കൊണ്ടുപോയത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ വാഹനത്തിൽ, ഈ ഇന്നോവ വാഹനത്തിലാണ് ഈ 5 അംഗ സംഘം ഷാജിത്തിനെ തട്ടിക്കൊണ്ടുപോയത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇതിന്റെ നമ്പർ പ്ലേറ്റ് ഒക്കെ തന്നെയും ഈ പ്രതികൾ ഇളക്കി മാറ്റിയ നിലയിലാണുള്ളത്. ഈ ഷാജിത്തിനും സുഹൃത്തിനും അതായത് മർദ്ദനമേൽക്കുകയുണ്ടായി. മലപ്പുറം സ്വദേശികളായ മുഹമ്മദ് കൽസാഹ്, ഷംസുദ്ദീൻ K, മുഹമ്മദ് നബിൽ, അൽഫയാദ്, മുഹമ്മദ് നിഹാൽ എന്നിവരെയാണ് ഇപ്പോൾ കസബ പോലീസ് കൊണ്ടോട്ടിയിൽ വെച്ച് പിടികൂടിയിരിക്കുന്നത്. ഈ പ്രതികളായ മുഹമ്മദ് നിഹാൽ, മുഹമ്മദ് കൽസാഹ് എന്നിവരിൽ നിന്ന് ഷാജിത്തിന് പണമിടപാട്, കുഴൽപ്പണ ഇടപാട് ഉണ്ടായിരുന്നു എന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു തുക പറയുകയാണെങ്കിൽ 10 ലക്ഷം രൂപയുടെ ഇടപാടുണ്ടായിരുന്നു. ഈ തുക 2 മാസമായിട്ടും തിരിച്ചു കൊടുക്കാത്തതിന്റെ ഒരു പ്രതികാരം ഇവർക്കുണ്ടായിരുന്നു. അതുപ്രകാരമാണ് ഈ 5 അംഗ സംഘം ഷാജിത്തിനെ തട്ടിക്കൊണ്ടുപോയത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ പുലർച്ചെ 1 മണിയോടുകൂടിയാണ് ഈ ചിന്താവളപ്പിലെ ഒരു ഹോട്ടലിൽ വെച്ച് ഷാജിത്തിനെ തട്ടിക്കൊണ്ടുപോയത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കസബ പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. പ്രതികളെ മെഡിക്കൽ പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. പ്രധാനമായും ഈ പണത്തിന്റെ ഉറവിടം സംബന്ധിച്ചാണ് കസബ പോലീസ് ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. ക്യാമറമാൻ പ്രശോഭ് കുറ്റിയിലിനോടൊപ്പം ദിസ്ന സുരേഷ്, ജനം, കോഴിക്കോട്. അബുദാബിയിൽ മലയാളി വനിതാ ഡോക്ടർ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ.
കണ്ണൂർ തളാപ്പ് സ്വദേശിനി ഡോക്ടർ ധനലക്ഷ്മിയാണ് മരിച്ചത്. 54 വയസ്സായിരുന്നു. ഇന്നലെ രാത്രി മുസസഫ ഷാബിയിലുള്ള താമസ സ്ഥലത്ത് മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. സുഹൃത്തുക്കൾ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി ബനിയാസ് മോർച്ചറിയിലേക്ക് മാറ്റി. മുസഫ ലൈഫ് കെയർ ഹോസ്പിറ്റലിൽ ദന്ത ഡോക്ടറായിരുന്നു. 2 ദിവസമായി ഫോണിൽ വിളിച്ചു കിട്ടാത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ അന്വേഷിച്ചപ്പോഴാണ് വിവരമറിഞ്ഞത്. ഭർത്താവ് സുജിത്ത് നാട്ടിലാണ്. രാജ്യസഭ MP സി സദാനന്ദൻ മാസ്റ്റർക്ക് ഡൽഹി മലയാളി പൗരാവലിയുടെ സ്നേഹാദരവ്. ഡൽഹി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, ആധ്യാത്മിക മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു. വികസിത ഭാരതത്തിന് ഒപ്പം വികസിത കേരളത്തിനായി പ്രവർത്തിക്കുമെന്ന് മറുപടി പ്രസംഗത്തിൽ സി സദാനന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് സി സദാനന്ദൻ മാസ്റ്റർക്ക് ഡൽഹി മലയാളി പൗരാവലി സ്നേഹാദരവ് നൽകിയത്. കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ നടന്ന പരിപാടിയിൽ സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ട നിരവധി ആളുകൾ പങ്കെടുത്തു. പ്രജ്ഞാപ്രവാഹ് അഖില ഭാരതീയ സംയോജക് ജെ നന്ദകുമാർ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി. 27-28 വയസ്സാകുമ്പോഴേക്കും കണ്ണൂർ പോലൊരു ജില്ലയുടെ സഹകാര്യവാഹി മാറണം എങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു മികവുറ്റ സംഘാടകൻ, ആൻ ഓർഗനൈസർ പാർ എക്സലൻസ്, അങ്ങനെയുള്ള ഒരു വ്യക്തിത്വം. ഏതാണ്ട് 3 പതിറ്റാണ്ട് കാലം, ഇടയിലൊരു 2 വർഷക്കാലം ചിലരെല്ലാം ചേർന്ന് അപഹരിച്ചില്ലായിരുന്നുവെങ്കിൽ അതൊരു പക്ഷേ 3 പതിറ്റാണ്ടിലും കൂടുതൽ അദ്ദേഹം അധ്യാപകനായി നിലനിന്നേനെ. ഇങ്ങനെയെല്ലാമുള്ള പ്രവർത്തന മികവ് അതത് മേഖലകളിൽ പ്രവർത്തിച്ച് കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വത്തെ കണ്ടെത്തുക, കണ്ടുപിടിച്ച ആ സ്ഥാനത്തേക്ക് ഉയർത്തുക എന്നത്, അതാണ് ഇന്നത്തെ സർക്കാരിന്റെ ഏറ്റവും വലിയൊരു മികവ്, ഏറ്റവും പ്രധാനപ്പെട്ട മികവ് അതാണ്. ബാലഗോകുലത്തിലെ കുട്ടികളും വിദ്യാർത്ഥികളും സാമൂഹിക, സാംസ്കാരിക, ആധ്യാത്മിക സംഘടനകളിലെ പ്രമുഖരും ചേർന്ന് സി സദാനന്ദൻ മാസ്റ്ററെ ആദരിച്ചു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, രാജ്യസഭാംഗവും ലോകപ്രശസ്ത അത്ലറ്റുമായ PT ഉഷ തുടങ്ങിയവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. മാഷ് നൽകുന്ന സന്ദേശം പ്രതിസന്ധികളിലെ അതിനെ അതിജീവിച്ചുകൊണ്ട് എങ്ങനെ അക്കാഡമിക്കായിട്ട് ഔന്നത്യത്തിൽ നിൽക്കാം എന്നുള്ളതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് മാഷ് മാറിയിരിക്കുന്നത്. അതിനെയാണ് രാഷ്ട്രം അംഗീകരിച്ചിരിക്കുന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട് സദാനന്ദ മാസ്റ്റർ വന്നതിൽ. മാസ്റ്റർക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. മറുപടി പ്രസംഗം നടത്തിയ സി സദാനന്ദൻ മാസ്റ്റർ കടന്നുവന്ന വഴികളും സംഘടന നൽകിയ കരുത്തും കരുതലും ഓർത്തെടുത്തു. വികസിത ഭാരതത്തിനൊപ്പം വികസിത കേരളത്തിനായി പ്രവർത്തിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് സി സദാനന്ദൻ മാസ്റ്റർ. സദാനന്ദൻജി എന്നൊക്കെ വിളിച്ചിട്ട് काम के लिए सोच रहा हूँ, आपको जिम्मेदारी देने के लिए എന്നൊക്കെ പറഞ്ഞിങ്ങനെ തുടങ്ങുകയാണ്. വാസ്തവത്തിൽ ഞാൻ തറയിലാണോ നിൽക്കുന്നത് അതോ ആകാശത്താണോ നിൽക്കുന്നത് എന്നൊക്കെ ഒരു നിമിഷ നേരം വിസ്മയിച്ചു പോയി. പക്ഷെ അദ്ദേഹം പറഞ്ഞു എന്താണ് ജിമ്മേദാരി എന്നപ്പോൾ വെളിപ്പെടുത്തിയില്ല. ഔദ്യോഗികമായ നടപടിക്രമങ്ങൾക്ക് ശേഷം അത് മാഷ് അറിയും എന്ന് പറഞ്ഞ് കുടുംബവിശേഷങ്ങളൊക്കെ ചോദിച്ച് 1-2 മിനിറ്റ് സംസാരിച്ചു. ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, ഇത് മനസ്സിൽ വെച്ചാൽ മതി. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ വൈസ് ചെയർമാൻ ബാബു പണിക്കർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ BJP കേരള സെൽ സ്റ്റേറ്റ് കൺവീനർ ചോലയിൽ ശശിധരൻ നായർ സ്വാഗതവും യുവ കേരളി സൗഹൃദവേദി അധ്യക്ഷ നിരഞ്ജന കിഷൻ നന്ദിയും രേഖപ്പെടുത്തി. ജനം, ഡൽഹി. സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ ആഹ്ലാദം പങ്കുവച്ച് പൂനെയിലെ സംഘപ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തിയും മധുരം നൽകിയും ആഘോഷിച്ചു. സംഘപ്രവർത്തകർക്ക് പ്രവർത്തിക്കാൻ കൂടുതൽ ഊർജം നൽകുന്ന തീരുമാനമാണിത്. സംഘത്തിനു വേണ്ടി ത്യാഗം ചെയ്തവരെ സംഘം ഒരിക്കലും കൈവിടില്ലെന്ന സന്ദേശവുമാണ് ഇതിലൂടെ നൽകുന്നതെന്ന് പത്മനാഭ പൊതുവാൾ അഭിപ്രായപ്പെട്ടു. സംഘപ്രവർത്തകരായ പൊന്നുണ്ണി രാജൻ, EK ബാബുരാജൻ, പ്രമോദ് ബാബു, അനിൽകുമാർ പിള്ള തുടങ്ങിയവർ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തു.
സൗത്ത് ഇന്ത്യയിലെ പ്രമുഖ ഫർണിച്ചർ ബ്രാൻഡായ ഇൻറോയൽ ഫർണിച്ചർ പുതിയ മോഡലുകൾ പുറത്തിറക്കി. ചടങ്ങിൽ കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡറായ കല്യാണി പ്രിയദർശനെ പ്രധാന കഥാപാത്രമാക്കി ഒരുക്കിയ പുതിയ TV പരസ്യത്തിന്റെ റിലീസും പ്രഖ്യാപിച്ചു. പുതിയ ഫർണിച്ചർ ശ്രേണികൾ അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായി സോഫ, വാർഡ്രോബ്, ഡൈനിങ് സെറ്റ്, റിക്ലൈനേഴ്സ്, ബെഡുകൾ എന്നിവയിലെല്ലാം പുതിയ തലമുറയുടെ അഭിരുചികൾക്ക് ചേരുന്ന ഇന്റർനാഷണൽ ഡിസൈനിലുള്ള മോഡലുകൾ കൊണ്ടുവന്നതായി ഇൻട്രോയൽ മാനേജിംഗ് ഡയറക്ടറും ഗ്രൂപ്പ് ചെയർമാനുമായ സുഗതൻ ജനാർദ്ദനൻ പറഞ്ഞു. അതോടൊപ്പം സ്പേസ് പരമാവധി പ്രയോജനപ്പെടുത്തി ഇന്റീരിയർ ഡിസൈനുകളും വർക്കുകളും ചെയ്യുന്നതിനായി കിച്ചൺ ഇന്റീരിയർ ഡിവിഷൻ വിപുലീകരിച്ചതായും കമ്പനി അറിയിച്ചു. ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ മൊത്തം ഇന്റീരിയർ വർക്കുകൾ, മോഡുലാർ കിച്ചണുകൾ തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി ഇൻട്രോയൽ അവതരിപ്പിക്കുന്നു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ഇൻട്രോയൽ ബ്രാൻഡ് അംബാസഡറായ കല്യാണി പ്രിയദർശനെ പ്രധാന കഥാപാത്രമാക്കി ഒരുക്കിയ പുതിയ TV പരസ്യത്തിന്റെ റിലീസും നടന്നു. Elegant, puffy, quality. Enjoy. Go. Enjoy home spaces, making your world a better space. പുതു ജനറേഷന് വേണ്ടി പുതു രീതിയിൽ പുതു സെലിബ്രിറ്റിനെ കൊണ്ട് പുതുതായി ലോഞ്ച് ചെയ്യുന്നത് പുതു ജനറേഷന് വേണ്ടി മാത്രമാണ്. അതിനുവേണ്ടിയാണ് കല്യാണി പ്രിയദർശനെ ഞങ്ങളുടെ ബ്രാൻഡ് അംബാസഡറായി സെലക്ട് ചെയ്തതും ആ രീതിയിൽ ഇതിന് ബ്രാൻഡിനെ ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്യുകയും അതിന് ഒന്നുകൂടെ മാർക്കറ്റിൽ ഒരു ബ്രാൻഡ് ഉണ്ടാവുകയും വേണം. അതിനുവേണ്ടി മാത്രമാണ് ഈ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. തെങ്കാശിയിലെ 2 ലക്ഷം ചതുരശ്ര അടിയിലധികമുള്ള ഫാക്ടറിയിലാണ് ഉയർന്ന നിലവാരത്തിലുള്ള ഫർണിച്ചറുകൾ നിർമ്മിക്കുന്നതെന്നും കമ്പനി വ്യക്തമാക്കി. ആകർഷകമായ വില, മികച്ച ഗുണനിലവാരം, കസ്റ്റമൈസ്ഡ് ഡിസൈൻ, മെച്ചപ്പെട്ട ആഫ്റ്റർ സെയിൽ സർവീസ് എന്നിവ ഇതുമൂലം ഉറപ്പു നൽകാൻ സാധിക്കുന്നതായും കമ്പനി വക്താക്കൾ പറഞ്ഞു. ജനം, കൊച്ചി. ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റഗ്രൽ മാനേജ്മെന്റ് സ്റ്റഡീസ് 21ാമത് ബാച്ചിന്റെ ഉദ്ഘാടനം നടന്നു. എറണാകുളം പാടിവട്ടം അസിസിയ കൺവെൻഷൻ സെന്ററിൽ നടന്ന കൺവെൻഷൻ മുൻ ഇന്ത്യൻ അംബാസിഡർ TP ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. USA ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വേൾഡ് അക്കാദമി ഓഫ് ആർട്ട് ആൻഡ് സയൻസ് പ്രസിഡന്റും സിഇഒയുമായ ഗാരി ജേക്കബ്സിന്റെ വീഡിയോ സന്ദേശത്തോടു കൂടിയാണ് ചടങ്ങ് ആരംഭിച്ചത്. മുൻ ഇന്ത്യൻ അംബാസിഡറും UN പ്രതിനിധിയും കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ മുൻ വൈസ് ചെയർമാനുമായ TP ശ്രീനിവാസൻ ഉദ്ഘാടനം നിർവഹിച്ചു. GEM CEO SS ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. LSE എഡ്യൂക്കേഷൻ ഇനിഷ്യേറ്റീവ്സ് ഹെഡ് പ്രൊഫസർ S ഗണേശൻ ഇന്ത്യയിലെ ലോജിസ്റ്റിക് ട്രെയിനിങ്ങിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും GEM CEO മാത്യു അബ്രഹാം ലോജിസ്റ്റിക് മേഖലയിലെ അവസരങ്ങളെക്കുറിച്ചും സംസാരിച്ചു. WC ഡയറക്ടർ ജനനി രാമനാഥൻ, ജിംസ് ഡയറക്ടർ റിനി ജോർജ് എന്നിവർ പങ്കെടുത്തു. ജിംസ് വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് നടന്ന പാനൽ ചർച്ചയ്ക്ക് കൊച്ചി മുൻ ചീഫ് കസ്റ്റംസ് കമ്മീഷണർ ഡോക്ടർ KN രാഘവൻ IRS നേതൃത്വം നൽകി. TP ശ്രീനിവാസൻ IFS, സീനിയർ മിലിറ്ററി ലീഡർ മേജർ ജനറൽ ജേക്കബ് തരകൻ ചാക്കോ എന്നിവർ പങ്കെടുത്തു. ജിംസ് ഡീൻ ആൻഡ് HOD ഹരിപ്രിയ ഉമാദേവനും സന്നിഹിതയായിരുന്നു. ജനം, കൊച്ചി. സാങ്കേതിക തകരാർ പരിഹരിച്ചതിനെ തുടർന്ന് ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35B കേരളത്തിൽ നിന്ന് പറന്നുയർന്നു. ഇന്ന് രാവിലെ 10:30ഓടെയാണ് ബ്രിട്ടീഷ് യുദ്ധവിമാനം മടങ്ങിയത്. അതേസമയം ലാൻഡിങ്ങിനും അറ്റകുറ്റപ്പണികൾക്കും ഭാരത സർക്കാർ നൽകിയ പിന്തുണയ്ക്ക് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ നന്ദി അറിയിച്ചു. ഭാരതവുമായുള്ള പ്രതിരോധ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്താൻ ബ്രിട്ടൻ പ്രതിജ്ഞാബദ്ധമാണെന്നും ഹൈക്കമ്മീഷൻ വ്യക്തമാക്കി. മുപ്പത്തിയെട്ട് ദിവസത്തെ അനിശ്ചിതത്വത്തിനും അറ്റകുറ്റപ്പണികൾക്കും ശേഷം ഒടുവിൽ തിരിച്ചുമടക്കം. രാവിലെ 10:30 ബ്രിട്ടന്റെ അത്യാധുനിക സാങ്കേതിക യുദ്ധവിമാനമായ F-35B കേരളത്തിന്റെ വ്യോമപാതയിലേക്ക് ഉയർന്നു പൊങ്ങി. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് അറബിക്കടലിൽ 100 നോട്ടിക്കൽ മൈൽ അകലെയുള്ള ബ്രിട്ടീഷ് കപ്പലിലേക്ക് ലാൻഡിംഗ് നടത്താതെ വന്നതോടെയാണ് ജൂൺ മാസം 14-ാം തീയതി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിങ്ങിന് അഭ്യർത്ഥിച്ചത്. ഇന്ധനം നിറച്ച് പിറ്റേ ദിവസം ടേക്ക് ഓഫ് നടത്താൻ തുടങ്ങിയെങ്കിലും യന്ത്രത്തകരാർ വില്ലനായി. ഇതോടെ വിമാനത്തിന്റെ യാത്ര അനിശ്ചിതത്വത്തിലാവുകയും ചെയ്തു. ബ്രിട്ടീഷ് നേവിയിലെ വിമാനവാഹിനി കപ്പലിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെത്തി സാങ്കേതിക തകരാർ പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. തുടർന്ന് ജൂലൈ 6-ന് ബ്രിട്ടനിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധരടങ്ങുന്ന പ്രത്യേക സംഘം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുകയും വിമാനം എയർ ഇന്ത്യയുടെ ഹാങ്കറിലേക്ക് മാറ്റി അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുകയും ചെയ്തു.
നീണ്ട 2 ആഴ്ചക്കാലത്തെ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം യന്ത്രത്തകരാർ പരിഹരിച്ച് ഇന്നലെ വിമാനം ഹാങ്കറിൽ നിന്ന് പുറത്തെത്തിച്ചു ബേ നമ്പർ 4-ൽ പാർക്ക് ചെയ്തു. തുടർന്ന് ഇന്ന് രാവിലെ മടങ്ങുകയായിരുന്നു. ഇക്കാലയളവിൽ വിമാനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട് പാർക്കിംഗ് ഇനത്തിൽ വലിയ തുക വിമാനത്താവളത്തിന് ലഭിക്കും. 38 ദിവസത്തേക്ക് 9,97,918 രൂപയാണ് വാടക ഇനത്തിൽ ലഭിക്കുക. ഇതോടൊപ്പം ലാൻഡിംഗ് ചാർജും ഈടാക്കും. വിമാനം തിരുവനന്തപുരത്ത് അനിശ്ചിതകാലത്തേക്ക് കുടുങ്ങിക്കിടന്നത് മലയാളിയെ ആഘോഷമാക്കി മാറ്റുകയും ചെയ്തു. പരസ്യങ്ങളും ട്രോളുകളുമായുമൊക്കെ ബ്രിട്ടന്റെ അത്യാധുനിക യുദ്ധവിമാനം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നു. അതേസമയം ലാൻഡിങ്ങിനും അറ്റകുറ്റപ്പണികൾക്കും ഭാരത സർക്കാർ നൽകിയ പിന്തുണയ്ക്ക് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ നന്ദി അറിയിച്ചു. ഭാരതവുമായുള്ള പ്രതിരോധ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്താൻ ബ്രിട്ടൻ പ്രതിജ്ഞാബദ്ധമാണെന്നും ഹൈക്കമ്മീഷണർ അറിയിച്ചു. ജനം, തിരുവനന്തപുരം. പിറന്നാളിന് കുപ്പായം വാങ്ങാൻ അച്ഛനൊപ്പം പോകാനൊരുങ്ങി നിൽക്കുന്നതിനിടെ 1-ാം നിലയിൽ നിന്ന് കാൽവഴുതി വീണ് പരിക്കേറ്റ 4 വയസ്സുകാരന്റെ ചികിത്സാ ചെലവ് ഏറ്റെടുത്ത് ആലുവ രാജഗിരി ആശുപത്രി. ആദ്യം സൺഷെയ്ഡിലും തുടർന്ന് മുറ്റത്തേക്കും കുട്ടി തെറിച്ചു വീഴുകയായിരുന്നു. കുട്ടികളുടെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് അഡ്മിറ്റ് ചെയ്തത്. പീഡിയാട്രിക് ICU, ന്യൂറോ സർജറി വിഭാഗത്തിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിലായിരുന്നു ചികിത്സ. തമിഴ്നാട് സ്വദേശി അൻപുരാജിന്റെ മകൻ മാത്യുവിനാണ് പരിക്കേറ്റത്. തൃപ്പൂണിത്തുറ എരൂരിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് അൻപുരാജും കുടുംബവും. ഇവരുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കി ആശുപത്രി മാനേജ്മെന്റ് ചികിത്സാ ചെലവ് ഏറ്റെടുക്കുകയായിരുന്നു. 5 ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷമാണ് മാത്യു കുടുംബത്തിനൊപ്പം വീട്ടിലേക്ക് മടങ്ങിയത്. വേഗത്തിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ എത്തിക്കാൻ കഴിഞ്ഞത് സങ്കീർണതകൾ ഒഴിവാക്കാൻ സഹായകരമായെന്ന് ഡോക്ടർ സൗമ്യ മേരി തോമസ് പറഞ്ഞു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്തേ.